ഹായ് ഓൾ, വെൽക്കം ടു സിവിലിയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരാൻ പോകുന്ന ജൂൺ 27 നടക്കാൻ പോകുന്ന PWD ഇറിഗേഷൻ LSGD ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രേഡ് 1 എക്സാമിന്റെ ഒരു സിലബസ് അനാലിസിസ് ആണ്. നമുക്ക് ഓൾറെഡി ഒരു സ്പെസിഫിക് പാറ്റേണിൽ തന്നെ PSC സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതില് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സ് ഓരോന്നായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ സിലബസിന്റെ അനാലിസിസ് കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ സിലബസിനെ പറ്റിയിട്ടാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഏതൊക്കെയാണ് അതിനകത്തുള്ള മെയിൻ ടോപ്പിക്സ് എന്നുള്ളത് നോക്കാം. ശരി, അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ PSC വെയിറ്റേജ് ഇതിനും പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റേജ് 10 മാർക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണയും 2023 നടന്ന എക്സാമിനാണെങ്കിലും സെയിം സിലബസ് പബ്ലിഷ് ചെയ്തപ്പോൾ PSC ഇതുപോലെ തന്നെ വെയിറ്റേജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്നിരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 10 ക്വസ്റ്റ്യൻസ് തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ശരി, അപ്പോൾ ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ എപ്പോഴും മെയിൻ ആയിട്ട് പറയുന്ന ഹെഡിങ്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് തന്നെയാണ് സ്റ്റോൺസ്, സിമെന്റ്, ടിമ്പർ, ബ്രിക്ക്, ടൈൽസ്, അഗ്രിഗേറ്റ്സ്, മോട്ടാർ, മെറ്റൽസ് ആൻഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റും കൂടി ഈ ഒരു ടോപ്പിക്കിലാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ എടുത്ത് പറയാത്ത 1-2 ടോപ്പിക്സ് ഉണ്ട്. അതായത് ലൈം, പെയിന്റ് പോലെയുള്ള ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. പക്ഷെ അത് എടുത്ത് പറയുന്നില്ല. എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു ചാപ്റ്റേഴ്സ് പോകുന്നതിന് മുന്നിൽ നോക്കി വയ്ക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ നടന്ന എക്സാമിന് ലൈം സിലബസിൽ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും ലൈമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല, എക്സ്ട്രാ ലൈമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ലൈമും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലെയും മെയിൻ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റോൺ തന്നെയാണ് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വേർഡിങ്സ് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു പോകുന്ന ടോപ്പിക്സ് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് ആണ്. നമ്മൾ ഏത് ക്ലാസ്സിലും ആദ്യം തന്നെ പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് റോക്സിന്റെ എക്സാമ്പിൾസ് ആണെന്നുള്ളത്. ആ എക്സാമ്പിൾസ് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ജിയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യവും സ്റ്റോണിൽ നിന്ന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഉറപ്പാണ് എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിൽ തന്നെയായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാനും സാധ്യത. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് ഫോർ സ്റ്റോൺ എടുത്ത് പറയുന്നില്ല. ടെസ്റ്റിനോട് അനുബന്ധിച്ച് തന്നെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സും പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത്, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെ വാട്ടർ അബ്സോർപ്ഷൻ, ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. അതുകൂടി ജസ്റ്റ് നോക്കി വെച്ചേക്കുക. പിന്നെ വെറൈറ്റീസ് ഓഫ് സ്റ്റോൺസ്, ട്രാപ്പ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്, സാൻഡ്സ്റ്റോൺ, ലാറ്ററൈറ്റ്. ഇത്രയും സ്റ്റോൺസ് എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ സ്റ്റോൺ മേസൺട്രിയിലാണെങ്കിലും കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ യൂസസ് ഓഫ് സ്റ്റോൺസും പറഞ്ഞു പോകുന്നുണ്ട്. ഇത്രയും സ്റ്റോൺസിന്റെ ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഇത്രയും സ്റ്റോൺസിന്റെ കംപ്രസീവ് സ്ട്രെങ്തിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റീസ് ഓഫ് സ്റ്റോൺസ് ആണ്. ലോഡ് ബിയറിംഗ് കപ്പാസിറ്റീസ് നമ്മൾ പറയുന്നത് തന്നെയാണ് റോക്സ് തന്നെ. ഹാർഡ് റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് റോക്സ് ഉണ്ട്, പിന്നെ ഉള്ളത് ലാമിനേറ്റഡ് റോക്സ് ഉണ്ട്, പിന്നെ ഷാറ്റേഡ് ഡിപ്പോസിറ്റ്സിന്റെ റോക്സ് ഉണ്ട്. അതിനെല്ലാത്തിനും ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി പറയുന്നുണ്ട്. ആ ഒരു വാല്യൂ കൂടെ നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ടേബിൾസ് ആണ്. ഇവിടെയാണെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുക, ഇവിടെയാണെങ്കിൽ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റീസ് ഓഫ് റോക്സ് നോക്കുക. പിന്നെ ഉള്ളത് ക്വാറിയിങ് ഓഫ് സ്റ്റോൺസ് ആണ്. ക്വാറിയിങ് ഓഫ് സ്റ്റോൺസ് മെത്തേഡിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് വെഡ്ജിങ് ആൻഡ് ബ്ലാസ്റ്റിങ്ങും എക്സ്പ്ലോസീവ്സും ആണ്. വെഡ്ജിങ് സ്റ്റോൺസിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബ്ലാസ്റ്റിംഗ് തന്നെയാണ് എക്സ്പ്ലോസീവ്സ് വരുന്നത്. എക്സ്പ്ലോസീവ്സിന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യനും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അവിടെയൊക്കെ പെർസെന്റേജ് അടക്കം പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കുക. പിന്നെ ഉള്ളത് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് ആണ്. ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് എപ്പോഴും ഡെഫിനിഷൻ തന്നെയാണ് മിക്കപ്പോഴും ഈ ക്വാറിയിങ് എന്നും ഡ്രസ്സിംഗ് എന്നും ഒക്കെ കാണാൻ സാധ്യത. കൂടാതെ ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ് തന്നെ നമ്മൾ വെറൈറ്റീസ് ഓഫ് ഫിനിഷസ് ഒക്കെ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ആദ്യം പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന് തന്നെയാണ്. നല്ല വൃത്തിയായിട്ട് അത് പഠിച്ചിട്ട് പോകാം. സ്റ്റേറ്റ്മെന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ഓക്കെ, ഇത്രയാണ് സ്റ്റോണിലെ മെയിൻ പോയിന്റ്സ്. പിന്നെ വരുന്നത് സിമെന്റ് ആണ്. സിമെന്റിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണത്തില്ല. കഴിഞ്ഞ തവണയും ഈ സെയിം സിലബസ് നടത്തിയ എക്സാമിന് വന്നപ്പോൾ 2 ക്വസ്റ്റ്യൻസ് സിമെന്റിൽ ഉണ്ടായിരുന്നു. 2ഉം സ്റ്റേറ്റ്മെന്റ് ആയ ക്വസ്റ്റ്യൻസും ആയിരുന്നു. അപ്പൊ ഇവിടെയാണെങ്കിലും എടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. കോമ്പോസിഷൻ ഓഫ് OPC നമ്മൾ എപ്പോഴും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തന്നെ അത് പറഞ്ഞിട്ടാണ് എന്തൊക്കെയാണ് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത്. പിന്നെ കോമ്പൗണ്ട്സ്, ബോക്സ് കോമ്പൗണ്ട്സ് നോക്കാം. ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ. പിന്നെ മാനുഫാക്ചറിങ് മെത്തേഡ്സ്,
എന്തൊക്കെയാണെന്നുള്ളതും എവിടെയാണ് നടക്കുന്നത്, റോട്ടറി കില്ലിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ നോക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് തന്നെയാണ് ടൈപ്സ് ഓഫ് സിമെന്റും എല്ലാം പറയുന്നത്. ടൈപ്സ് ഓഫ് സിമെന്റിൽ നിന്നും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ടൈപ്സ് ഓഫ് സിമെന്റ് എന്നാണ്. 4 സിമെന്റിനെ പറ്റിയും എടുത്തെടുത്താണ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിരുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ആണ് വന്നിരുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് സിമെന്റ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ എടുത്ത് എഴുതാൻ പറ്റത്തില്ല. നല്ല വൃത്തിയായിട്ട് അതും കൂടി നോക്കുക. പിന്നെ ടെസ്റ്റ് ഓൺ സിമെന്റ്. ടെസ്റ്റ് ഓൺ സിമെന്റ് നമ്മൾ എപ്പോഴും പറയുന്ന ടെസ്റ്റുകൾ തന്നെയാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് പക്ഷേ കഴിഞ്ഞ തവണ എക്സാമിന് വന്നിട്ടില്ല. പക്ഷേ ടെസ്റ്റ് എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം ഇതിനകത്ത് തന്നെ വാട്ടർ കണ്ടന്റ് വരുന്നുണ്ട്, എന്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ഓൺ സിമെന്റ് പഠിക്കുക. പിന്നെ യൂസസ്, നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് സിമെന്റിന്റെ യൂസസ് തന്നെയാണ് സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമെന്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാം. സിമെന്റിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. കഴിഞ്ഞ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് സിമെന്റിൽ നിന്നുണ്ടായിരുന്നു. അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 2ഉം വന്നിരുന്നത്. ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാം. അടുത്ത ടിംബർ ആൻഡ് വുഡ് പ്രോഡക്ട്സ്. ടിംബറിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വുഡ് പ്രോഡക്ട്സിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ടിംബറിന്റെ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ആദ്യം പറയുന്ന സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ അതിന്റെ സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡ്, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് വേണമെങ്കിൽ ചോദിക്കാം. ഡിഫെക്ട്സ് ഇൻ ടിംബർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 38 ഡിഫെക്ട്സ് പഠിക്കുന്നതാണ്. കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിഫെക്ട്സ് ഇൻ ടിംബറിൽ നിന്നായിരുന്നു. പിന്നെ സീസണിങ് ഇമ്പോർട്ടന്റ് ആണ്. സീസണിങ് നമ്മുടെ ഓവർസീസ് എക്സാംസിനാണെങ്കിൽ ശരി, ലെവൽ എക്സാമിന് പോലും സീസണിങ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഉള്ളത് പ്രിസർവേഷൻ ഓഫ് ടിംബർ, പ്രിസർവേറ്റീവ്സും പ്രിസർവേഷൻ മെത്തേഡ്സും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വുഡ് പ്രോഡക്ട്സ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ വെനീർ എന്നായിരുന്നു. വെനീറിന്റെ മാക്സിമം തിക്നെസ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പൊ ഡിഫെക്ട്സ് എന്നും വെനീർന്നുമാണ് കഴിഞ്ഞ തവണ 2 ക്വസ്റ്റ്യൻസ് ടിംബറിൽ നിന്ന് ചോദിച്ചിരുന്നത്. ഇതുപോലെ തന്നെ പഠിക്കുക. പിന്നെ ടിംബർ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. അത് ജസ്റ്റ് വായിച്ചിരുന്നാലും മതിയാവും. ഈ തന്നിരിക്കുന്ന ഹെഡിങ്സ് ക്ലിയർ ആയിട്ട് വായിച്ച് നല്ല തറവായിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും. അടുത്തത് ക്ലേ പ്രോഡക്ട്സ് തന്നെ ബ്രിക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ബ്രിക്ക് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണത്തില്ല. കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നതും റോ മെറ്റീരിയൽസും അതിന്റെ പെർസെന്റേജ് കോമ്പോസിഷനും തമ്മിലുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ മാനുഫാക്ചറിംഗ് മെത്തേഡ്സും IS സ്പെസിഫിക്കേഷൻസും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വുഡ് ബ്രിക്സും, ഇത്രയും കാര്യങ്ങളും കൂടി ബ്രിക്കിലൊന്ന് നോക്കിയിരിക്കാം. പിന്നെ ഉള്ളത് ടൈൽസ് ആണ്. ടൈൽസ് കഴിഞ്ഞ തവണയും സിലബസിൽ കൊടുത്തിരുന്നെങ്കിലും ടൈൽസിന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ടൈൽസ് അല്ലാതെയാണെങ്കിലും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ടൈൽസ് തന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് ടൈൽസിൽ റൂഫിംഗ് ടൈൽസിനെ എടുത്ത് ടൈപ്സ് പറയുന്നുണ്ട്. സൈസ് വെച്ചിട്ടുള്ള ടൈൽസ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എർത്തൺ വെയർ, സ്റ്റോൺ വെയർ, പോർസിലിൻ, ഗ്ലേസിംഗ്. ഈ ഗ്ലേസിംഗ് ഒക്കെ ഇപ്പോൾ എല്ലാ സിലബസിലും പറയുന്നത് തന്നെയാണ്. മുൻപൊക്കെ ഗ്ലേസിംഗ് അങ്ങനെ അധികം കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് എക്സാമിന് പോലും ഗ്ലേസിംഗിന്റെ അത് എടുത്ത് സിലബസിൽ പറയുന്നുണ്ട്. ഗ്ലേസിംഗ് മെത്തേഡ്സ് ആണെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചിരിക്കുക. സിമ്പിൾ ചാപ്റ്റർ ആണ് ടൈൽസിൻ്റെത്. അതുകൊണ്ട് ഒരുപാടൊന്നും ടൈം എടുത്ത് പഠിക്കേണ്ടി വരത്തില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ തന്നെ ഏകദേശം നമുക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ടൈൽസ് മാനുഫാക്ചറിങ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെമ്പറേച്ചേഴ്സ് അറിഞ്ഞിരിക്കാം. പിന്നെ പോർസലിന് തന്നെ ടൈപ്സ് ഓഫ് പോർസലിൻ ഒക്കെ വരുന്നുണ്ട്. പോർസലിനൊക്കെ ടൈപ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ട്. പോർസലിൻ തന്നെ ടൈപ്സ് ഉണ്ട്. ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജ് പോർസലിനും ഉണ്ട്. അതിന്റെ ഹൈ വോൾട്ടേജ് പോർസലിന് കുറച്ച് യൂസസ് അറിഞ്ഞിരിക്കുക. ഗ്ലേസിംഗും കൂടി ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇനിയുള്ള എല്ലാ എക്സാമിനും ഗ്ലേസിംഗ് എന്നൊക്കെ എടുത്ത് സിലബസിൽ പറയുന്ന സ്ഥിതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് അഗ്രിഗേറ്റ്സ് ആണ്. അഗ്രിഗേറ്റ്സിലാണ് നമുക്ക് സാൻഡും കൊടുത്തിട്ടുണ്ട്, കോഴ്സ് അഗ്രിഗേറ്റ്സും കൊടുത്തിട്ടുണ്ട്. സാൻഡ് നമ്മൾ ഓൾറെഡി മോർട്ടാറിന്റെ ചാപ്റ്ററിൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതാണ്. അത് തന്നെ എടുത്ത് പറയുന്നുണ്ട് സോഴ്സ് ഓഫ് സാൻഡ് സിലബസിൽ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റിവർ സാൻഡും പിറ്റ് സാൻഡും സീ സാൻഡും അതിൽ തന്നെ ഓരോ സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റീവ്സ് ഓഫ് സാൻഡും പറയുന്നുണ്ട്. കൂടാതെ സാൻഡിന് തന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഗ്രെയിൻ സൈസ് ഉണ്ട്, ബൾക്കിംഗ് ഓഫ് സാൻഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതും കൂടി നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ കൂടാതെ പ്രോപ്പർട്ടീസ് ഓഫ് സാൻഡ് മൊത്തത്തിൽ നോക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം കോഴ്സ് അഗ്രിഗേറ്റ്സ് പറയുന്നുണ്ട്. റിക്വയർമെന്റ്സ് ഓഫ് ഗുഡ് കോഴ്സ് അഗ്രിഗേറ്റ്സ്. സാൻഡിനാണെങ്കിലും കോഴ്സ് അഗ്രിഗേറ്റ്സിനാണെങ്കിലും എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, ക്ലീൻ ആണ്, അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സ് കാണാൻ പാടില്ല, സോൾട്ട് കാണാൻ പാടില്ല, അങ്ങനെ കുറേ റിക്വയർമെന്റ്സ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ സൈസസ് ഫോർ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. കോഴ്സ് അഗ്രിഗേറ്റിന് ഒരു ആപ്ലിക്കേഷന് എത്ര സൈസ് ആണ്, മാക്സിമം സൈസ് ഇത്ര, ഇതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എടുത്ത് പറയുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. കോൺക്രീറ്റ് ടെക്നോളജിയിലാണ് അത് എടുത്ത് പറയുന്നത്. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഗ്രേഡിംഗ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്സ്. കഴിഞ്ഞ തവണ ഈ കോഴ്സ് അഗ്രിഗേറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വർക്കബിലിറ്റിയും കോഴ്സ് അഗ്രിഗേറ്റും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരുന്നത്. നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഗ്രേഡിങ്ങിന്റെ ഒക്കെ ഒരു ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് മോർട്ടാർ ആണ്. മോർട്ടാറിൽ പ്രിപ്പറേഷൻ ഓഫ് ലൈം ആൻഡ് സിമന്റ് മോർട്ടാറും പ്രൊപ്പോർഷൻസ് ഓഫ് മോർട്ടാർ പല വർക്ക്സിനും എത്ര പ്രൊപ്പോർഷൻ ആണെന്നുള്ളതും പിന്നെ ടെസ്റ്റ് ഓൺ സിമന്റ് മോർട്ടാറും ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഈ സാൻഡും മോർട്ടാർക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എക്സാമിന് മാത്രമല്ല, ഇവിടുന്ന് ഇപ്പൊ അഥവാ ചോദിച്ചില്ലെങ്കിൽ ഇനി വരുന്ന എക്സാമിന് ഇതെല്ലാം ഉണ്ട്, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതുമാണ്. കുറച്ചേ ഉള്ളൂ എങ്കിലും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം.
അടുത്ത മെറ്റൽസ് ആണ്. മെറ്റൽസ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്, കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഉറപ്പായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം ആണ് ഈ പറയുന്നത് മെറ്റൽസ് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. ലെവൽ ക്വസ്റ്റ്യന് പോലും മെറ്റൽസ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ മൂന്നായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും അലോയ്സും. കഴിഞ്ഞ തവണ നടന്ന ഈ സെയിം സിലബസ് പബ്ലിഷ് ചെയ്ത് നടന്നപ്പോൾ എക്സാമിന് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. നോൺ ഫെറസ് മെറ്റൽസ് ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിലായിട്ട് ഓറുമാണ് കൊടുത്തിരുന്നത്. അത് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഓർ എല്ലാം കൂടി ഒന്ന് ആലോചിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ ഫെറസ് മെറ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീല്, അതിനെപ്പറ്റി എല്ലാം പഠിച്ചിരിക്കുക. എല്ലാത്തിന്റെയും കാർബൺ കണ്ടന്റും പിന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഫർണസസിന്റെ നെയിംസും ഒരു കാരണവശാലും തിരിഞ്ഞു പോകരുത്, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ സ്റ്റീലിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത് സ്റ്റീലിന്റെ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസിന്റെ സെക്ഷൻ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡിഫക്ട്സും മറ്റുള്ള കാര്യങ്ങളും, പ്രോപ്പർട്ടീസും യൂസസും ജസ്റ്റ് ഒന്ന് നോക്കുക. നോൺ ഫെറസ് മെറ്റൽസിലാണെങ്കിൽ എന്താ ഇത്രയും മെറ്റൽസ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഇത്രയും മെറ്റൽസിന്റെ എങ്കിലും മെൽറ്റിംഗ് പോയിന്റും അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഓറ് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് അലോയ്സ്, ഒരുപാട് അലോയ്സ് ഉണ്ട് പഠിക്കാനായിട്ട്. എന്നിരുന്നാലും അലൂമിനിയത്തിൻ്റെതും കോപ്പറിൻ്റെതും നിക്കലിൻ്റെയും പിന്നെ മഗ്നീഷ്യത്തിൻ്റെതും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെയും അലോയ്സ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സ്റ്റീലിൻ്റെ അലോയ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് പോകാം. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മളെ സാൻഡ് അതുപോലെ തന്നെ മോർട്ടാർ, ടൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ ഉറപ്പാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഇത്രയാണ് മെറ്റൽസിലുള്ളത്. ഇനി ലാസ്റ്റ് പറയാനുള്ളത് സിമെന്റ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ടെക്നോളജിയുടെ ടോപ്പിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി എപ്പോഴും കോൺക്രീറ്റിൽ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചു പോയാൽ മതി. എന്തൊക്കെയാണ് കോൺക്രീറ്റിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് നോക്കുക. സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും. ഇതിൽ തന്നെ പറയുന്നുണ്ട് ക്വാളിറ്റീസ് ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ മിക്സിംഗ്. ഒരു ടേബിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. സസ്പെൻഡഡ് സോളിഡ്സും ഓർഗാനിക് മാറ്റേഴ്സ്, ഇൻഓർഗാനിക് മാറ്റേഴ്സ്, അതുപോലെ തന്നെ ക്ലോറൈഡ്സ്, ഇതിന്റെയൊക്കെ പ്രസൻസ് എത്ര പെർസെൻറ്റേജ്, എത്ര എമൗണ്ട് ഉണ്ട് എന്നൊക്കെയുള്ളത് പഠിക്കുന്നതാണ്. അതൊന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ വാട്ടർ സിമെന്റ് റേഷ്യോ ഒന്ന് നോക്കിയിട്ട് പോവുക. അതിന്റെ തന്നെ സ്ട്രെങ്ത്, വർക്കബിലിറ്റി എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. പ്രൊപ്പോർഷനിങ്ങും ഇൻഗ്രീഡിയൻസ്, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് പ്രൊപ്പോർഷനിങ് നോക്കിയിട്ട് പോവുക. പിന്നെ പ്രിപ്പറേഷൻ, വർക്കബിലിറ്റി നോക്കുക. പിന്നെ ടെസ്റ്റ് തന്നെ സ്ലംബ് ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും എടുത്തു പറയുന്നുണ്ട്. ഈ സ്ലംബ് ടെസ്റ്റിന് കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇത്ര മില്ലിമീറ്റർ ആണെങ്കിൽ ഓരോ വർക്കിന് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ടേബിൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം. എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതാണ്. ഈ വർക്കിന് എത്രയാണ് സ്ലംബിന്റെ വാല്യൂ എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവിടുന്ന് കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, സിമെന്റ് കോൺക്രീറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പ്രൊപ്പോർഷനിങ് മെത്തേഡിൽ ഇല്ലാത്ത മെത്തേഡ് ഏതെന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. VB കൺസിസ്റ്റോമീറ്റർ മെത്തേഡ് പ്രൊപ്പോർഷനിലേക്ക് വരുന്നതല്ല, ടെസ്റ്റിൽ തന്നെ വരുന്നതാണ്. അതായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആൻസർ. അത് പ്രൊപ്പോർഷനിൽ വരുന്നതല്ല, ടെസ്റ്റിൽ വരുന്നതാണ്. അതാണ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അതുകൊണ്ട് പ്രൊപ്പോർഷനിങ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് കോൺക്രീറ്റ് ക്യൂബ്സും ടെസ്റ്റ് ഓൺ ക്യൂബ്സും നോക്കുക. പിന്നെ കെമിക്കൽ അഡ്മിക്സേഴ്സ് ഇത് നോക്കാം. കെമിക്കൽ അഡ്മിക്സേഴ്സിൽ തന്നെ പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസും മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത്ര പെർസെൻറ്റേജ് ആണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നും കൂടെ പ്ലാസ്റ്റിസൈസ്, സൂപ്പർ പ്ലാസ്റ്റിസൈസ് പറയാറുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. പിന്നെ ഇവിടെ തന്നെ RCCയുടെ ചെറിയൊരു കാര്യം പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് റെയിൻഫോഴ്സ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നുള്ളതും അതും കൂടി ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതിയാവും. നമുക്ക് RCC അധികം ഇൻ ഡെപ്തിൽ കോൺക്രീറ്റിൽ വരുന്നില്ല. ജസ്റ്റ് ഈ പോർഷൻസ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതിയായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രൊപ്പോർഷനിങ്ങും കാര്യങ്ങളും പിന്നെ മിക്സിങ്ങും നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡും വർക്കബിലിറ്റി, സ്ലംബ് ടെസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ. പിന്നെ കോൺക്രീറ്റിൽ ഓൾറെഡി വരുന്നതാണ് ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറും. അതെല്ലാം നോക്കിയിട്ട് പോവുക. ഈ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും എല്ലാം IS 383 സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. അത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന മെയിൻ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ എക്സാമിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിലബസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ തന്നെ ചാറ്റ് ബോക്സിൽ, കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത്രയും ടോപ്പിക്സ് ആണ്. വെയിറ്റേജ് 10 മാർക്സ് ഉണ്ട്. നല്ല വൃത്തിയായിട്ട് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. Start your preparations for engineering competitive exams from top educators. Learn from the best.